തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. വചനാമൃതത്തിൻ്റെ 1-ാം വോള്യം 9-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഒരു പ്രധാന കാര്യം, ഈ 9-ാം ഭാഗത്തിൻ്റെ പ്രധാനമായ ഒരു സംഭവം എന്ന് വെച്ചാൽ, അത് ഭഗവാൻ ഭക്തന്മാരും ഒരുമിച്ച് ബൽറാം ബസുവിൻ്റെ വീട്ടിൽ സന്ദർശക മുറിയുടെ വടക്ക് കിഴക്കേ മുറിയിൽ ഇരുന്നരുളുന്നു എന്നാണ് തുടങ്ങുന്നത്. ബൽറാം ബസുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഭഗവാൻ. അപ്പോൾ നരേന്ദ്രൻ, ഭവനാഥൻ, രാഖാൽ എന്നിവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ബൽറാം ബസുവിനോട് പ്രത്യേകം പറയുന്നതാണ്, അതായത് പ്രത്യേകം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരെയും വീട്ടിൽ, ഈ സത്സംഗത്തിന് ഈ 3 പേരെയും വിളിക്കണം എന്ന് ഭഗവാൻ ബൽറാം ബസുവിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൽറാം ബസു നരേന്ദ്രനെയും ഭവനാഥനെയും രാഖാലിനെയും 3 പേരെയും ക്ഷണിച്ചത്. അങ്ങനെയാണ് അവരും 3 പേരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഭഗവാൻ ബൽറാം ബസുവിനോട് പറഞ്ഞത്, ഇവരെ ഊട്ടുക, ഈ 3 പേരെയും. അങ്ങനെ ഇവരെ ഊട്ടിയാൽ അനേകം സജ്ജനങ്ങളെ ഊട്ടുന്ന ഫലം കിട്ടും. ഈ 3 പേരെ ഊട്ടുക എന്ന് പറയുന്ന കാര്യം, ഇവരെ ഈശ്വര കോടികളാണ്. അപ്പോൾ ഭഗവാന്റെ ആ അന്തരംഗ ശിഷ്യന്മാരിൽ ഏറ്റവും സുപ്രധാനമായ 3 പേരാണിവർ. ഭവനാഥനും നരേന്ദ്രനും രാഖാലും ഇവർ ഈശ്വര കോടികളാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവരെ ഊട്ടിയാൽ അനേകം സജ്ജനങ്ങളെ ഊട്ടുന്നത് പോലെയാണ്. ഇവരെ സാക്ഷാൽ നാരായണമൂർത്തിയായിട്ടാണ് ഭഗവാൻ കാണുന്നത്. നാരായണമൂർത്തിയായിട്ടാണ്, സാക്ഷാൽ ഈശ്വര രൂപങ്ങളാണിവർ. ആ ഈശ്വരീയമായ ഭാവം ആ സാക്ഷാൽ നാരായണമൂർത്തിയുടെ നേർ രൂപങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ ഇൻകാർണേഷൻ ഓഫ് ദ ഗോഡ്, അതാണ് ഈ 3 പേരിലും കൂടെ കാണുന്നതായിട്ട് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഇതിവിടെ പറയുന്നതിൻ്റെ, ഇവരെ ഈ നാരായണമൂർത്തിയായിട്ടാണ് ഭഗവാൻ ഇവരെ കാണുന്നത് എന്ന് പറയുമ്പോൾ, യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞു വന്ന ഒരു ഭാഗമുണ്ട്. 8-ാം ഭാഗത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. 8-ാം ഭാഗം അവസാനിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ശ്രീരാമകൃഷ്ണദേവൻ ഈ ബ്രഹ്മസമാജം അംഗങ്ങളുമായിട്ട്, ബ്രഹ്മസമാജത്തിലെ വ്യക്തികളുമായിട്ടുള്ള ആ സത്സംഗങ്ങളിൽ ഏർപ്പെടുന്നത്, അവരുമായിട്ട് സംസാരിക്കുന്നത്, ഇതൊക്കെ അവരുമായിട്ടുള്ള ആ ഇടപഴകൽ കേട്ടിട്ട് ഭഗവാന്റെ നേരിട്ടുള്ള മറ്റു ഭക്തന്മാർ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ബ്രഹ്മസമാജക്കാരുമായി ഇങ്ങനെ നിരന്തര സമ്പർക്കം നടത്തുന്നത് കൊണ്ട് ഭഗവാൻ എന്തെങ്കിലും ഗുണമുണ്ടോ? ഇവരിൽ നിന്നൊന്നും സ്വീകരിക്കാനില്ല എന്നതാണ് ഈ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ളവരുടെ അഭിപ്രായം. ഈ ബ്രഹ്മസമാജക്കാരെ സംബന്ധിച്ചിടത്തോളം അവരോട് ഭഗവാൻ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവർ മറ്റൊരു വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. അതിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കുമെന്ന് പറയാൻ പറ്റില്ല.
അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്തിനാണ് ഭഗവാൻ നിരന്തരം ഇങ്ങനെ ഇടപെടുന്നത് എന്നുള്ള ഒരു സംശയം മറ്റു ഭക്തന്മാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്രഹ്മസമാജക്കാർ എന്താണോ അക്കാലത്ത് നിലനിർത്തിക്കൊണ്ടു പോകുന്ന വിശ്വാസ പ്രമാണം, ബ്രഹ്മസമാജക്കാർ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു വിശ്വാസ പ്രമാണമുണ്ട്. ആ വിശ്വാസ പ്രമാണം ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ച് തികച്ചും അന്യമായിരുന്നു. കാരണം ബ്രഹ്മസമാജക്കാരുടെ ആ വിശ്വാസ പ്രമാണങ്ങളും അവരുടെ രീതികളുമൊക്കെ ശ്രീരാമകൃഷ്ണദേവന് പരിചിതമല്ല. അതിൽ ശ്രീരാമകൃഷ്ണദേവൻ ഒന്നും പരിചിതമല്ല എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണദേവൻ ആ ഒരു മാർഗത്തിൽ ചിന്തിക്കുന്ന ആളെ അല്ല. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണദേവൻ എന്താണോ ചിന്തിക്കുന്നത്, അനുഷ്ഠിക്കുന്നത്, അത് ബ്രഹ്മസമാജക്കാർക്ക് യോജിച്ചതുമല്ല. പരസ്പരം യോജിക്കാത്ത രണ്ട് കൂട്ടർ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവെ മറ്റു ഭക്തന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സംശയം. അവർ ഉന്നയിച്ച സംശയം അതാണ്, എന്തിനാണ് ഇങ്ങനെ സമയം പാഴാക്കുന്നത്. കാരണം നമ്മൾ ഈ 8-ാം അധ്യായം 7-ാം അധ്യായം 7-ാം ഭാഗം മുതൽ 1-ാം വോള്യത്തിൻ്റെ 7-ാം ഭാഗത്തിന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 7-ാം ഭാഗമല്ല 3-ാം ഭാഗം മുതലേ അത് കാണാം. കാര്യം 1-ാം വോള്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ബ്രഹ്മസമാജക്കാരുമായിട്ടുള്ള ഭഗവാന്റെ സംസർഗമാണ് കൂടുതലായിട്ട് കാണുന്നത്, കേശവചന്ദ്രസേനൻ മുതൽ എടുക്കുമ്പോൾ. അപ്പോൾ എന്തിനാണ് കാര്യം, അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ഒരു ആധ്യാത്മിക വിഭാഗമാണവർ. അവർക്കത് പെട്ടെന്ന് അതിൽ നിന്ന് മാറാൻ പറ്റില്ല. മാത്രമല്ല അവരെല്ലാം തന്നെ ഇംഗ്ലീഷ് രീതിയിലാണ് അവരുടെ വർഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിരിക്കുന്നതിൻ്റെ ഒന്ന് ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ചില അവരുടെ ഇടപെടലുകളാണ്. പ്രത്യേകിച്ച് ബിബ്ലിക്കൽ രീതിയിലുള്ള അന്നത്തെ ചർച്ചിൻ്റെ സംസ്കാരം ഒക്കെ തന്നെയാണ് ഇവരും അഡോപ്റ്റ് ചെയ്തത്. കാരണം അന്നത്തെ ഭദ്രലോക്, ബംഗാളിൽ അവരെ പറയുമ്പോൾ ഭദ്രലോക് എന്ന് പറയും, മാന്യന്മാർ. അങ്ങനെയുള്ള മാന്യന്മാരെ സംബന്ധിച്ച് ഒരു മാന്യതയുടെ ലക്ഷണമെന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് വസ്ത്രധാരണ രീതിയും ഇംഗ്ലീഷ് ജീവിത രീതിയുമാണ്. കോട്ടൊക്കെ ധരിക്കുക, അതൊക്കെയാണ്. ഇതൊക്കെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കുടുംബമൊക്കെ അത് അനുവർത്തിച്ചു പോരുന്നവരാണ്. അപ്പോൾ അവരുടെ വിശ്വാസ പ്രമാണവും ആരാധനാക്രമവും എല്ലാം ആ തരത്തിലുള്ളതാണ്. അപ്പോൾ അത് ഭഗവാൻ ഒട്ടും യോജിക്കുന്ന ഒന്നല്ല. എന്നിട്ടും എന്തേ ഭഗവാൻ ഇങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ ഇത്രയും സംസർഗത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് ഭഗവാന്റെ സാധാരണ ഭക്തന്മാർക്ക് എപ്പോഴും സംശയമുണ്ട്. അതേസമയം ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഭഗവാൻ ഈ ഒരു ഇങ്ങനെ ബ്രഹ്മസമാജക്കാർ എന്ന് പറയുമ്പോൾ ബ്രഹ്മസമാജത്തിലെ ഏതെങ്കിലും ആളുകളല്ല അവർ. ബ്രഹ്മസമാജത്തിൻ്റെ ടോപ്പ് ലെവലിൽ എന്നവരുമായിട്ട് മാത്രമേ ഭഗവാൻ ബന്ധപ്പെടുന്നുള്ളൂ. അല്ലാതെ ബ്രഹ്മസമാജത്തിലെ മറ്റ് അംഗങ്ങളുമായിട്ടൊന്നും ഭഗവാൻ യാതൊരു ബന്ധവും പുലർത്തിയിട്ടില്ല. അതിനകത്ത് വരുന്ന എത്രയോ അനുയായികളുണ്ട്, അവരുമായിട്ടൊന്നും ഭഗവാൻ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. അവരെ ഒന്നും പരിഗണിച്ചിട്ട് പോലുമില്ല ഭഗവാൻ നേരിട്ടുള്ള, അതായത് ഇപ്പോൾ നേരിട്ടുള്ള ഒരു സുപ്രീം പവറിൽ നിൽക്കുന്ന, ബ്രഹ്മസമാജത്തിൻ്റെ സുപ്രീം പവറിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് മാത്രമാണ് ഭഗവാന് ബന്ധം ഉള്ളൂ. അങ്ങനെയുള്ളവരുമായിട്ട് ഭഗവാൻ ബന്ധം വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് മാസ്റ്റർ മഹാശയനെ പോലുള്ളവർ, മാസ്റ്റർ മഹാശയനും എല്ലാം ഈ ബ്രഹ്മസമാജത്തിൻ്റെ അനുയായികളാണ്. ഭഗവാന്റെ അടുത്ത് വരുന്നത് വരെയും നരേന്ദ്രനൊക്കെ ഇപ്പോഴും അനുയായിയാണ്. നരേന്ദ്രനൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ തരത്തിൽ മാസ്റ്റർ മഹാശയനെ പോലുള്ളവരൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഭഗവാൻ ഈ ടോപ്പ് മോസ്റ്റായിട്ട് നിൽക്കുന്ന ആളുകളുമായിട്ട് മാത്രം ഇടപെടുന്നത് കൊണ്ടാണ് മാസ്റ്റർ മഹാശയനെ പോലുള്ളവർ ഭഗവാനെ തിരിച്ചറിയാതെ പോയത്. അല്ലെങ്കിൽ അന്നത്തെ ആ സോഷ്യൽ സർക്കംസ്റ്റൻസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അന്നത്തെ ആ സാമൂഹിക പശ്ചാത്തലത്തെ കണക്കിലെടുക്കുമ്പോൾ മാസ്റ്റർ മഹാശയനെ പോലുള്ള ആളുകൾ ഭഗവാനെ തിരിച്ചറിയേണ്ടതാണ് മുൻപേ. കാരണം പത്രങ്ങളിലൊക്കെ ധാരാളം ലേഖനങ്ങളൊക്കെ വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്രയും ഇന്ത്യ മിറർ പോലുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിൽ, സുലഭ സമാചാർ പോലുള്ള ബംഗാളി പത്രങ്ങളിൽ, ഇതിലെല്ലാം ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നുള്ള തരത്തിലുള്ള എത്രയോ ലേഖനങ്ങൾ കേശവചന്ദ്രസേനൻ നേരിട്ട് പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ പ്രസിദ്ധപ്പെടുത്തി പ്രശസ്തനായി നിൽക്കുന്ന, അല്ലെങ്കിൽ കൽക്കട്ടയുടെ പൊതുസമൂഹത്തിനിടയിൽ വളരെ ആ പേര് ഫെമിലിയറാണ്.
പക്ഷേ എന്തുകൊണ്ട് മാസ്റ്റർ മഹാശയനെ പോലുള്ളവർ തിരിച്ചറിഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ടാണല്ലോ ദക്ഷിണേശ്വരത്തെ ഏതോ ഒരു സന്യാസി ഉണ്ടെന്നും പറഞ്ഞാണല്ലോ മാസ്റ്റർ മഹാശയൻ 82 വരുന്നത്. 75 മുതൽ പത്രങ്ങളിൽ വരുന്ന വാർത്തയാണ്. അപ്പോൾ ഈ മാസ്റ്റർ മഹാശയൻ ഈ പത്രമൊന്നും വായിക്കുന്നില്ല. പണ്ട് നമ്മൾ ഈ മാസ്റ്റർ മഹാശയനെ കുറിച്ച് ചർച്ച ചെയ്ത സമയത്ത് ഇതൊക്കെ ഈ കാര്യങ്ങളിലൂടെ കടന്നു പോയതാണ്, അന്ന് ആവർത്തിച്ചു എന്ന് മാത്രം. അപ്പോൾ അത് പറയാൻ കാരണം ഈ ബ്രഹ്മസമാജത്തിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നവരുമായിട്ടൊന്നും അതിൻ്റെ അണികളുമായിട്ടൊന്നും ഭഗവാന് നേരിട്ട് ബന്ധമൊന്നുമില്ല. ഭഗവാന് ബന്ധം അതിൻ്റെ ടോപ്പ് മോസ്റ്റായിട്ടിരിക്കുന്ന ഏറ്റവും ഉന്നതരായിരിക്കുന്ന ആദ്യത്തെ കുറച്ച് പേരാണ്. ഇപ്പം നമ്മൾ 1, 2, 3 എന്ന് എണ്ണാമെങ്കിൽ ഒരു 10 പേർക്ക്, 10 പേര് പോലുമില്ല, ആദ്യത്തെ ഒരു 5 പേരോടാണ് ഭഗവാൻ ഏറ്റവും വലിയ ബന്ധം, 1 to 5. അപ്പോൾ എപ്പോഴും തലയ്ക്കെ തന്നെയാണ് ഭഗവാൻ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് അപ്പോൾ ഈ ആളുകളുടെ സംശയം, ഭഗവാൻ എന്താണ് ഇവരിൽ നിന്ന് ഗുണമുള്ളത്, അല്ലെങ്കിൽ ഭഗവാൻ ഏത് തരത്തിലാണ് ഇവരുമായിട്ട് ഭഗവാന്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് വരാൻ കാരണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അന്ന് പലരും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലീലാമൃതത്തിൽ ശാരദാനന്ദ സ്വാമികൾ ആ ഭാഗം ഒന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. അതായത് കേശവൻ തുടങ്ങിയുള്ള ബ്രഹ്മസമാജക്കാരുമായി സംസർഗമുണ്ടാകുന്നതിന് മുമ്പ്, കേശവനുമായിട്ടൊക്കെ ഉള്ള ബ്രഹ്മസമാജക്കാരുമായിട്ടുള്ള സംസർഗം ഉണ്ടാകുന്നതിന് മുമ്പ് പാശ്ചാത്യ ആദർശങ്ങളുടെയും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെയും പ്രഭാവത്തിൽ നിന്ന് വളരെ അകന്ന ഒരു ജീവിതമായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ്റേത്. പാശ്ചാത്യ ജീവിത ശൈലിയെ മറിച്ച് ഒരു പരിചയവുമില്ല ഭഗവാന്, അതിൽ നിന്നൊക്കെ വളരെ അകന്നതാണ്. അപ്പോൾ ഈ റാണി രാസാമണിയുടെ ജാമാതാവായ മധുരൻ, ഈ മധുരനെ ഒഴിച്ചു നിർത്തിയാൽ അന്ന് വരെ അദ്ദേഹത്തിൻ്റെ സമീപം വന്നവരെല്ലാം തന്നെ സാധാരണ ഭാരതീയ സനാതന മാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സാധാരണക്കാർ മാത്രമാണ്. മറ്റേ വിഭാഗക്കാരുണ്ടായിട്ടില്ല, ഭഗവാന് പരിചയമില്ല. ആകെ അത്തരം ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഭഗവാനുമായി ബന്ധപ്പെടുന്ന ഏക വ്യക്തി മധുർനാഥ് വിശ്വാസ് മാത്രമാണ്, റാണി രാസാമണിയുടെ ജാമാതാവ്. ആ ഒരാൾ മാത്രമാണ്. ബാക്കി ആരുമായിട്ടും ഭഗവാന് നേരിട്ട് ബന്ധമില്ല. ആ തലത്തിലുള്ള ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസിലുള്ളവരുമായിട്ട് ഭഗവാന് ബന്ധമേ ഉണ്ടായിരുന്നില്ല എന്ന് ശാരദാനന്ദ സ്വാമികൾ ലീലാമൃതത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം തന്നെ ശാരദാനന്ദ സ്വാമി തുടർന്ന് പറയുന്നത്, ശ്രീരാമകൃഷ്ണൻ പാശ്ചാത്യ ആശയ കറണ്ട് ഒന്ന് എടുത്തു തരാമോ? ഒന്ന് എടുത്തു തരാമോ നിന്റെ നെറ്റ് ഒന്ന്? അതിന്ന് പറയാം, അതൊന്ന് എടുത്തു കേൾക്കാമോ? നെറ്റ് പോയില്ലേ? നെറ്റ് കറണ്ട് പോയില്ലേ? ഇതെന്നുണ്ട്. അപ്പൊ റെക്കോർഡ് പോവേ? അത് പോകട്ടെ. ഞാനിന്ന് അവനോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കേൾക്കാമോ എന്നൊരു സംശയം. ഞാൻ ജോയിൻ ചെയ്താൽ പോരെ ഇതിലേക്ക്? മറ്റേത് കളഞ്ഞാകട്ടെ. ഞാനിന്ന് വിചാരിച്ചാണ് അവനൊക്കെ ചെയ്യിക്കണം, പക്ഷെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ മഴ. നിന്റെ ഇത് കളയണം, ഇങ്ങനെ നെറ്റ് കിട്ടുള്ളൂ. വിമാനം കളയണം. ഞാൻ ആസ്കറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. കയറിയാ കയറിയില്ല? കയറിയോ? നീ കയറിയോ? ഒന്നുമില്ല, എൻ്റെ നെറ്റ് സ്ലോ ആയിരിക്കും. BSNL അല്ലേ? താഴെ പോയി നോക്കാം, ഇവിടെ നിന്ന് നോക്കാം.
അവനെ വിളിച്ച് പറയാം. ചേട്ടൻ വിളിക്കണ എങ്ങനെയാ? കിട്ടണില്ല. ഇനി റെക്കോർഡ് വീണ്ടും എടുത്താൽ ശരിയാവുമോ? ഇവിടെ നെറ്റ് പ്രോബ്ലം, നല്ല മഴ പെയ്തതുകൊണ്ട് നെറ്റ് പെട്ടെന്ന് പ്രശ്നമായി. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. ഇവിടെ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ കറണ്ട് പോയി, നെറ്റ് പോയി, അതാണ് പറ്റിയപ്പോൾ. അപ്പോൾ അത് പറയാം. അപ്പോൾ ഏതായാലും ഇപ്പോൾ ശാരദാനന്ദ സ്വാമികൾ ഇത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഇത്തരമൊരു ഈ ബ്രഹ്മസമാജക്കാർ അനുവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത അല്ലെങ്കിൽ ഒരു ആചാര ശൈലികളൊന്നും ഒരു പരിചയവുമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ആ തരത്തിലാണ്. എന്നിട്ട് എങ്ങനെയാണ് ഈ ബ്രഹ്മസമാജവുമായിട്ട് ഭഗവാനുള്ള ബന്ധം എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തിനാണ് ഉണ്ടായത് എന്നുള്ളതാണ് ശാരദാനന്ദ സ്വാമികൾ തൻ്റെ ലീലാമൃതത്തിൽ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മസമാജക്കാരുമായി സംസർഗമുണ്ടായപ്പോഴാണ് ഈശ്വര സാക്ഷാത്കാരത്തിനാണ് അവർ യത്നിക്കുന്നതെങ്കിലും ഭാരതത്തിൽ പ്രാചീനകാലം മുതൽക്കുള്ള ത്യാഗദർശനത്തിൽ നിന്നും അവർക്ക് ച്യുതി വന്നിരിക്കുന്നു. അതാണ് ശാരദാനന്ദ സ്വാമികൾ എഴുതിയിരിക്കുന്നത്. കാര്യം അവരും ഈശ്വര സാക്ഷാത്കാരത്തിനാണ് ശ്രമിക്കുന്നത് എങ്കിലും ഭാരതീയ സംസ്കാരത്തെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ച്യുതി വന്നിരിക്കുന്നു എന്നാണ് ഭഗവാൻ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഭഗവാനെ അവരിലെ കാര്യം. അവർ ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സാംസ്കാരിക ആധ്യാത്മിക സംഘടനയാണ്. അപ്പോൾ അവരെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാം. അതേസമയം ഭഗവാൻ ഇവിടെ ഭക്തന്മാരായിട്ട് കൊണ്ടുവരുന്നവരിലും അല്ലെങ്കിൽ അന്തരംഗ ശിഷ്യന്മാരായിട്ട് വന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചും അവരെ കൂടുതൽ ട്രെയിൻ ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു. അതാണ്. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ശ്രമം ഇനി മുന്നോട്ട് ഇനി വളരെ ചുരുങ്ങിയ സമയമേ ഇനിയുള്ളൂ. കാര്യം ഭഗവാൻ ഈ ഒരു സന്ദർഭം ഉപയോഗിച്ചിട്ട് 4 വർഷം മാത്രമേ അതിനൊരു ടൈമുള്ളൂ. ഈ 4 വർഷത്തിനുള്ളിൽ പുതിയൊരു തലമുറയെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത് ഇതിന് പരിഭാഗപ്പെടുത്തണം. അതേസമയം ബ്രഹ്മസമാജം പോലുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ഓൾറെഡി ട്രെയിൻഡാണ് ഈ കാര്യത്തിൽ. കുറേയൊക്കെ അവർ ഈ കാര്യത്തിൽ ട്രെയിൻഡാണ്. അവരെ ഒന്ന് മാറ്റിയാൽ മതി, അവരുടെ ലൈൻ ഒന്ന് തിരിച്ചാൽ മതി. അതാണ് ഭഗവാൻ ബ്രഹ്മസമാജക്കാരെ ഈ തരത്തിൽ സമീപിക്കാനുള്ള ഒരു കാരണമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത്, അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു ഘടനയിൽ നിൽക്കവെയാണ് ഭഗവാൻ ഇവിടെ ഈ ബൽറാം ബസുവിൻ്റെ വീട്ടിൽ വന്നിട്ട് സത്സംഗത്തിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ ഈ 3 പേരെ, അതായത് പ്രധാനപ്പെട്ട 3 പേർ, നരേന്ദ്രൻ, രാഖാൽ, പിന്നെ ഭവനാഥൻ, ഈ 3 പേരെയും ഇവിടെ ക്ഷണിച്ചു വരുത്തി അവരെ കൂടെ നിർത്തുന്നതും അവർ ഈശ്വര കോടികളാണ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് നൽകുന്ന പാഠം എന്താ? അതാണ് നമുക്ക് പ്രധാനം. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു പാഠം എന്താ? അതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഈ 9ാം ഭാഗത്തിൽ, വചനാമൃതത്തിൻ്റെ 9ാം ഭാഗത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗം അതാണ്. അപ്പോൾ ഈ 9ാം ഭാഗം തുടങ്ങുമ്പോൾ ഭഗവാൻ പറയുന്ന 3 പേരാണ് നരേന്ദ്രൻ, ഭവനാഥൻ, രാഖാൽ. അതാണ് ആ 3 പേരെ ഭഗവാൻ പറയുന്നത്. എങ്ങനെയാണ് ഈശ്വര കോടികളാണ് എന്ന് അത് അതിൻ്റെ ഏറ്റവും വലിയ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഈ 3 പേരെ വെച്ചിട്ട് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഈ 3 പേരിൽ നരേന്ദ്രനെയും രാഖാലിനെയും കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. കാര്യം അവർ 2 പേരും ഈശ്വര കോടികൾ ആണ് എന്നും ഭഗവാൻ പറയുന്നത് മാത്രമല്ല, അവരുടെ ജീവിതം എങ്ങനെയാണ് ആധ്യാത്മികപരമായി അവർ ഉയർത്തിക്കൊണ്ടുവരികയും ഈ ലോക നന്മയ്ക്കായിട്ട് ഉപയുക്തമാക്കിയതും ഭഗവാന്റെ സന്ദേശങ്ങളിൽ ആകൃഷ്ടരായി അവരെങ്ങനെയാണ് ഇത് നയിച്ചതും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതും ചരിത്രം
നമ്മളെ സംബന്ധിച്ച് കാണാപ്പാഠമാണ്. പക്ഷെ നമ്മളിവിടെ ആ രണ്ടുപേരല്ല നമ്മെ സംബന്ധിച്ച് പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ഒരു അധ്യായം നോക്കുമ്പോൾ വിശകലനം ചെയ്യുന്നു. ഇവിടെ മൂന്നാമത് നിൽക്കുന്ന ഭവനാഥനെയാണ്. 3 ഈശ്വര കോടികളിൽ ഒരാൾ എങ്ങനെയാണ് ലൗകികമായ ഈശ്വരീയമായ അവസ്ഥയിൽ നിന്ന്, അതായത് ഈശ്വരൻ്റെ സംരക്ഷിത വലയത്തിലായിരുന്നു ഈ 3 പേർ. അതിൽ ഒരാൾ എങ്ങനെയാണ് സംസാര സാഗരത്തിൽ വീണു പോകുന്നത്, ഈ ലൗകികമായ മായയിലേക്ക് എങ്ങനെയാണ് ഒരാൾ ഇതിൽ നിന്ന് അടർന്നു വീണത്. 3 ഈശ്വര കോടികളാണ്. അതിൽ ഒരാൾ എങ്ങനെ അടർന്നുപോയി, എന്തായിരുന്നു ആ വ്യക്തിക്ക് സംഭവിച്ചത്? അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി മുന്നോട്ട് ചലിക്കുന്ന നമ്മെപ്പോലുള്ള ഓരോരുത്തർക്കും വരാവുന്ന ഒരു അപകടാവസ്ഥയ്ക്ക് ഉദാഹരണമായിട്ടാണ് ഒരു ജന്മത്തെ നമ്മുടെ മുന്നിലേക്ക് ഭഗവാൻ വെക്കുന്നത്, ഭവനാഥൻ്റെ ജന്മത്തിലേക്ക്. ഭവനാഥനെക്കുറിച്ച് മാത്രം നമ്മൾ ഇതിനു മുമ്പ് ഭവനാഥൻ്റെ കഥ മാത്രം പറഞ്ഞതുകൊണ്ട് ആ വിവരണത്തിലേക്ക് പോകുന്നില്ല. മറിച്ച് എങ്ങനെയാണ് ഭവനാഥൻ മാത്രം ഇതിൽ നിന്ന് അടർന്നു പോയത്, ആ നിർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് ഭവനാഥൻ മാത്രം എങ്ങനെയാണ് വീണുപോയത് എന്നുള്ളതാണ് ഈ 9-ാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പാഠം. കാരണം ഇനി ഭവനാഥൻ്റെ കുറേ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയാണ് നമ്മെ ഭഗവാൻ ഈ സംസർഗത്തിൽ എത്തിച്ചിരിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം നമുക്ക് ആ പ്രസ്ഥാനത്തിലേക്ക്, അതായത് ഭഗവാന്റെ ആ ആകർഷണ വലയത്തിലേക്ക് ഇവരെ മാത്രമല്ല നമ്മൾ ഉൾപ്പെടെ, ഈ 2025 ജീവിക്കുന്ന നമ്മൾ ഉൾപ്പെടെയുള്ളവരെ എങ്ങനെയാണ് ഈ സംരക്ഷണ വലയത്തിൽ ഭഗവാൻ കൊണ്ടുവന്നത്, നമ്മൾ എങ്ങനെ ഈ സംരക്ഷണ വലയത്തിൽ എത്തപ്പെട്ടു, എങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് താഴെ പോകും. ഇത് രണ്ടുമാണ് ഈ ഒരു പാഠം നമുക്ക് നൽകുന്നത്. അതായത് ജീവിതത്തിൻ്റെ സുഖം എന്ന് പറയുന്നത്, അതായത് ജീവിതത്തിൻ്റെ സുഖം ഇരിക്കുന്നതെന്ന മിഥ്യാധാരണയിൽ നമ്മൾ പുറത്ത് കിടക്കുകയാണ് ഇതിൽ നിന്ന്. അതായത് നമ്മൾ ഈ ഒരു ആകർഷണ വലയത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തരും എത്തപ്പെടുന്നത്. ഈ ആകർഷണ വലയത്തിനകത്ത് എത്തപ്പെടുന്നവരിൽ ചിലരെങ്കിലും ജീവിതത്തിൻ്റെ ഏറ്റവും ആസ്വാദ്യകരമായ അല്ലെങ്കിൽ സുഖകരമായ അവസ്ഥ ഇരിക്കുന്നത് മറ്റെന്തിലോ ആണ് എന്നുള്ള ബോധ്യത്തിൽ, അങ്ങനെ ഒരു മിഥ്യാധാരണയിൽ നമ്മൾ ഇതിന് പുറത്തേക്ക് പോകും. അങ്ങനെ പോയ ഒരാളുടെ ഉദാഹരണമാണ് ഭവനാഥനിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഭവനാഥന് സംഭവിച്ച ആ ഒരു മിഥ്യാബോധത്തിലെത്തുന്നതോടുകൂടി നമ്മൾ തകിടം മറിഞ്ഞ് താഴെ പോവുകയാണ് ചെയ്യുന്നത്. ഭവനാഥൻ്റെ കഥയാണ്. അതിനുവേണ്ടി വചനാമൃതം നമ്മൾ പഠിക്കുമ്പോൾ വചനാമൃതത്തിൽ ഭവനാഥൻ്റെ ഭാഗം മാത്രം എടുത്ത് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ ഭഗവാൻ ഈ 3 പേരെക്കുറിച്ച് ഭഗവാൻ പറയുന്നതും പിന്നീട് സംഭവിക്കുന്നതും നമ്മളിങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് ഭഗവാൻ ആദ്യം പറയുന്നു, അതായത് 1-ാം വോള്യം മുതൽ 3-ാം വോള്യം വരെയുള്ള വചനാമൃതത്തിൻ്റെ 3 വോള്യത്തിൽ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്തെടുക്കുക. ഈ ഭാഗം മാത്രം ഒന്ന് സ്ക്രോൾ ചെയ്തെടുത്താൽ നമുക്ക് മനസ്സിലാവുന്നത്, ആദ്യം ഭഗവാൻ പറയുന്ന വാചകം ഇതാണ്: നരേന്ദ്രൻ, ഭവനാഥൻ, രാഖാൽ ഇവർ നിത്യസിദ്ധന്മാരാണ്, ഈശ്വരകൽപ്പന്മാരാണ് എന്നാണ് ഭഗവാൻ ഉപയോഗിക്കുന്ന വാക്ക്. രണ്ടാമത് പറയുന്നു, നരേന്ദ്രനും ഭവനാഥനും നല്ലപോലെ ചേരും. നരേന്ദ്രനും ഭവനാഥനും നല്ലപോലെ ചേരുന്നവരാണ്. എങ്ങനെ? സ്ത്രീയും പുരുഷനും പോലെ. ഭവനാഥൻ്റെ ഭക്തി കണ്ടു, നരേന്ദ്രനെ പിന്തുടരുന്നതാണ് ഭവനാഥൻ്റെ ഭക്തി. ഇത് ഭഗവാൻ മറ്റുള്ള ഭക്തന്മാരെ, ഇവരെ 3 പേരെയും വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭവനാഥനെ കാണൂ, അല്ലെങ്കിൽ നരേന്ദ്രനെ നോക്കൂ, അല്ലെങ്കിൽ രാഖാലിനെ നോക്കൂ എന്ന് പറഞ്ഞ് ഭക്തന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഭഗവാൻ എടുക്കുന്ന എക്സാമ്പിൾസാണിത്. ഇപ്പോൾ ഭവനാഥൻ്റെ ഭക്തി കണ്ടോ എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. അത് നരേന്ദ്രനെ പിന്തുടരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്ത് ഭഗവാൻ പറയുന്നത്, ഭവനാഥൻ്റെ ഭക്തിയെക്കുറിച്ച് പറയുന്നത്, ആഹാ എന്തൊരു ഭാവം നോക്കൂ. ഭവനാഥൻ്റെ ആ ഭക്തിയെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ്, എന്തൊരു ഭാവമാണ്, ആഹാ എന്തൊരു ഭാവം. ഭവനാഥൻ
നരേന്ദ്രൻ, രാഖാൽ തുടങ്ങിയവർക്ക് ആത്മോദ്ദീപനം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഭഗവാൻ ഇത് മറ്റു ഭക്തന്മാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവരെക്കുറിച്ച് ഇവർക്ക് എങ്ങനെയാണ്, ഈ 3 പേർക്കും എങ്ങനെയാണ് ആത്മോദ്ദീപനം ഉണ്ടാകുന്നത്? അതിന് ഭഗവാൻ പറയുന്നൊരു ഉദാഹരണം, മോദകം ഉണ്ടാക്കുമ്പോൾ ചിലതിനകത്ത് പയറ് പുഴുങ്ങി നിറച്ചു വെക്കും. ചിലതിനകത്ത്, ഈ മോദകത്തിനകത്ത്, ആ പലഹാരത്തിനകത്ത്, ചില മോദകത്തിനകത്ത് നമുക്ക് പയറ് പുഴുങ്ങിയാണ് വെക്കുന്നത്. നമ്മൾക്ക് സാധാരണ കണ്ടിട്ടുള്ള മോദകം പയറ് പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ്. എന്നാൽ ചിലതിനകത്ത് പാൽക്കട്ടി നിറയ്ക്കാം. പാൽക്കട്ടി ഉള്ളിൽ നിറച്ച മോദകവുമുണ്ട്. എന്നാൽ പുറമേ നിന്ന് നോക്കിയാൽ ഈ 2 മോദകവും ഒരുപോലെ ഇരിക്കും. ഒന്നിനകത്ത് പയറാണ്, മറ്റൊന്നിനകത്ത് പാൽക്കട്ടിയാണ്. പക്ഷേ ഇത് 2 കണ്ടാൽ തിരിച്ചറിയില്ല, 2 ഒരുപോലെ ഇരിക്കും. മനുഷ്യരും അതുപോലെയാണ്. ഭവനാഥനെ പോലുള്ളവരുടെ ഉള്ളിൽ പാൽക്കട്ടിയാണ്. നോക്കൂ, സാധാരണ മനുഷ്യരുടെ ഗണത്തിലല്ല ഭവനാഥനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നരേന്ദ്രനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, രാഖാലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർ ഉള്ളിൽ ഭക്തിയുടെ പാൽക്കട്ടി നിറച്ച് വന്നിട്ടുള്ളവരാണവർ. ഇത് ഭഗവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഈ വചനാമൃതത്തിൽ ഓരോ സത്സംഗങ്ങളിലും ഭഗവാൻ ഇത് മറ്റുള്ള ഭക്തന്മാരെ പറഞ്ഞു പഠിപ്പിക്കുന്ന വാക്കുകളാണ്. ഇത് ഭഗവാന്റെ നേരിട്ടുള്ള വാക്കുകളാണ്. 19-20 വയസ്സുള്ളപ്പോഴാണ് ഭവനാഥൻ ഭഗവാന്റെ അടുക്കൽ വരുന്നത്. 19-20 വയസ്സുള്ളപ്പോൾ വെളുത്ത, ഇത് മാഷ്ടമഹാശയനാണ് ഭവനാഥനെക്കുറിച്ച് ഈ വചനാമൃതത്തിൽ നമുക്കൊരു രൂപരേഖ, ഒരു ചിത്രം തരുന്നത്. അതായത് വെളുത്ത നിറം, സുന്ദരമായ ദേഹം, ഈശ്വരനാമം കേട്ടാൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വെള്ളം നിറയും. ശ്രീരാമകൃഷ്ണൻ ഭവനാഥനെ സാക്ഷാൽ നാരായണനായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണ് ഒരു ഈശ്വര കോടിയിൽ നിൽക്കുന്ന ഒരു ജന്മത്തെ, ഒരു ആത്മാവിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടുവരികയാണ്. രാഖാൽ, നരേന്ദ്രൻ, ഭവനാഥൻ ഇവർ നിത്യസിദ്ധന്മാരാകുന്നു. ജന്മപ്രഭൂതി, ആധ്യാത്മബോധം ഉണർന്നിട്ടുള്ളവർ. അതായത് ജന്മനാ തന്നെ ആധ്യാത്മബോധം ഉണർന്നവരാണിവർ. ഇവർക്ക് പിന്നീടൊരു ആധ്യാത്മികത കടന്നു വന്നവരല്ല. ഇവർ ജനിച്ചപ്പോൾ തന്നെ ഇവരുടെ ഉള്ളിൽ ആധ്യാത്മബോധം ഉണർന്നിട്ടുള്ളവരാണ്. ലോക ശിക്ഷണത്തിന് വേണ്ടിയാണ് ഇവർ ശരീരധാരണം ചെയ്തിരിക്കുന്നത്. ആര്? നരേന്ദ്രനും ഭവനാഥനും രാഖാലും. അപ്പോൾ ഈ ഭവനാഥൻ്റെ ഒരു പൊസിഷനിങ് ആണ് ഈ വചനാമൃതത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കടന്നു വരികയാണിത്. ഈ 1-ാം വോള്യം മുതൽ 3-ാം വോള്യം വരെ കടന്നു വരുമ്പോൾ നമ്മൾ ഈ ഭാഗം മാത്രം, ഭവനാഥൻ്റെയും നരേന്ദ്രൻ്റെയും രാഖാലിൻ്റെയും ഭാഗം മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ബോധ്യം വരുന്നതാണ്. ഭവനാഥൻ കല്യാണം കഴിയുന്നു. ഇതിനിടയിൽ നോക്കൂ, അവിടെ രാഖാലും കല്യാണം കഴിഞ്ഞിട്ടാണ് വരുന്നത്. രാഖാൽ ആക്ച്വലി വിവാഹിതനായ ശേഷം വരുന്ന ആളാണ്. നരേന്ദ്രൻ മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. ഭവനാഥനും ഇതിനിടയിൽ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഭഗവാനോട് ചോദിച്ചു, എന്താണ് എനിക്ക് ഭാര്യയോട് ഇത്രയും സ്നേഹം തോന്നുന്നത്? വിവാഹശേഷം ഭവനാഥൻ ഭഗവാന്റെ അടുത്ത് വന്ന് ചോദിച്ചതാണ്. അതായത് അതുവരെ എൻ്റെ ഉള്ളിൽ ഭഗവത് പ്രേമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ ആകുലതയാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ആകുലത കൊണ്ട് ഭഗവാന്റെ അടുത്ത് വന്ന് ചോദിച്ചതാണ്, എന്താണ് എനിക്ക് ഭാര്യയോട് ഇത്രയും സ്നേഹം തോന്നുന്നത്? കപടതയില്ലാത്ത വിധം സരളനാണ് ഭവനാഥൻ. അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറഞ്ഞത് ഭഗവാനോട്. കാരണം ഭഗവാനെ, അങ്ങയോട് മാത്രമാണ് എൻ്റെ പ്രേമം, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ വിവാഹിതനായ ശേഷം ഭാര്യയോട് എനിക്ക് ഇഷ്ടം തോന്നിത്തുടങ്ങും. അപ്പോൾ എൻ്റെ ഇഷ്ടം ഭഗവാനോടുള്ളതിന് പകരം വേറെ ഒന്നിലേക്ക് മാറിയതിൻ്റെ വ്യാകുലതയാണ് ഭവനാഥൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അത് കപടതയില്ലാത്ത സരളനായതുകൊണ്ടാണെന്ന് മാസ്റ്റർ മഹാശയൻ ഒരു കമൻ്റ് ചെയ്യുന്നുണ്ട് ഭവനാഥനെക്കുറിച്ച്. അപ്പോൾ ഭഗവാൻ പറഞ്ഞത്, ഭവനാഥൻ, രാഖാൽ, നരേന്ദ്രൻ എന്നിവർ ബ്രഹ്മസമാജത്തിൽ പോകുന്നവരാണ്. അപ്പോൾ ഇവർ ഈ ബ്രഹ്മസമാജ അംഗങ്ങളായിരിക്കെയാണ് ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. ഹസ്ര ഇവരെക്കുറിച്ച് പറയുന്നത്, ഹസ്ര ഒരിക്കൽ ഭഗവാനെ ഉപദേശിക്കുന്നുണ്ട്. കാരണം ഈ 3 പേരും
അങ്ങയുടെ അടുത്ത് വരുന്നതിൻ്റെ ഒരു കാരണം അങ്ങേക്കറിയില്ല. അങ്ങ് പറയുന്ന പോലുള്ള ഒരു അവസ്ഥയിലുള്ള ആളുകളല്ല ഈ കുട്ടികൾ. അവർ വന്നതിൻ്റെ ഉള്ളിൽ ഒരു 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 വ്യക്തി താല്പര്യം ഇവരുടെ ഉള്ളിലുണ്ട്. കാര്യം ഹസ്ര എപ്പോഴും അങ്ങനെയാണ് കാണുന്നത്. കാര്യം ഹസ്ര നിൽക്കുന്നത് ഒരു വ്യക്തി താല്പര്യത്തിൻ്റെ പുറത്താണ്, ഒരു സ്വാർത്ഥതയുടെ പുറത്താണ്. 2000 രൂപയുടെ കടം എങ്ങനെ വീട്ടാമെന്ന് ആലോചിച്ച് വന്നിരിക്കുന്നതാണ് ഹസ്ര. അപ്പോൾ ഹസ്രയുടെ കണ്ണിൽ കാണുന്നവരെല്ലാം അതിന് വന്നവരാണെന്നാണ് ഹസ്ര ധരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭഗവാന്റെ അടുത്തേക്ക് വരുന്ന ഓരോരുത്തരും അതിനു വേണ്ടി വന്നു എന്നാണ്. ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഭഗവാനോട് പറഞ്ഞത്, ഈ കുട്ടികൾ അവർ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ്. കാരണം അങ്ങയുടെ സഹായം കിട്ടുമെന്ന് കരുതിയാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ച് ഈ ബ്രഹ്മസമാജത്തിൻ്റെയും കേശവചന്ദ്രസേൻ ഉൾപ്പെടെയുള്ളവരെ പോലെ വമ്പന്മാരുടെ വലിയ ഒരു നിര അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരായിട്ടും അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് അടുത്ത് പെരുമാറുന്നുണ്ട്. അപ്പോൾ ഈ ആളുകളിലൂടെ തങ്ങൾക്ക് ചിലത് കിട്ടാനുണ്ട് എന്ന് ബോധ്യം വന്നതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികൾ ഇവിടെ വരുന്നത് എന്ന് ഹസ്ര ഉപദേശിക്കുന്നുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഇവരെക്കുറിച്ച് പറഞ്ഞത് നോക്കൂ, ഇതിനകത്ത് നരേന്ദ്രനെക്കുറിച്ചോ രാഘാലിനെക്കുറിച്ചോ അല്ല ശ്രീരാമകൃഷ്ണദേവൻ ഇതിന് ഉത്തരമായി പറഞ്ഞത്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് ഭവനാഥനോ എന്നാണ് ചോദിച്ചത്. ഭവനാഥൻ അങ്ങനെയാണോ എന്നാണ് ചോദിച്ചത്. എന്നിട്ട് പറഞ്ഞത് നല്ല സംസ്കാരമില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കൂടെ വരുമോ ഇവരൊക്കെ? കാര്യം അവരുടെ ഉള്ളിൽ ജന്മനാ തന്നെ ഒരു നല്ല സംസ്കാരം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരിവിടെ വരുന്നത്. അപ്പം നരേന്ദ്രനോ അല്ലെങ്കിൽ രാഘാലോ എന്നല്ല ഭഗവാൻ അവിടെ ചോദിച്ചത് ഒരേ ഒരാളുടെ പേരിലാണ്, ഭവനാഥനോ. കാര്യം ഒരുപക്ഷെ മറ്റ് 2 പേരാണെങ്കിൽ പോലും ഭവനാഥൻ അങ്ങനെയല്ല. അതാണ് നേരത്തെ വിവാഹിതനായ ശേഷം പോലും ഭഗവാന്റെ അടുത്ത് വന്ന് ഭവനാഥൻ കരഞ്ഞു പറയുന്നത് എന്താണ്, ഭഗവാനെ എനിക്ക് എൻ്റെ ഈ ഭഗവാനിൽ മാത്രമുണ്ടായിരുന്ന എൻ്റെ ഇഷ്ടം എങ്ങനെയാണ് എൻ്റെ ഭാര്യയിലേക്ക് മാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതൊരു വലിയ ദുഃഖാകുലമായ അവസ്ഥയാണെന്നും പറഞ്ഞാണ് ഭവനാഥൻ. അതുകൊണ്ടാണ് ഭഗവാൻ മറ്റ് 2 പേരല്ല ഭവനാഥനെ കുറിച്ചാണോ നീ ഇങ്ങനെ പറയുന്നത് എന്നാണ് ഹസ്രയോട് ചോദിച്ചത്. കാര്യം ആ സംസ്കാരം ഭവനാഥൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് 3 പേരെയും താരതമ്യം ചെയ്തുകൊണ്ട് വചനാമൃതം 3-ാം വോള്യത്തിൽ തുടക്കത്തിൽ തന്നെ 3-ാം അധ്യായത്തിൽ ഒരു വിവരണമുണ്ട്. മാസ്റ്റർ മഹാശയൻ നൽകുന്ന ഒരു വിവരണമാണ് അത്. 3-ാം വോള്യത്തിൻ്റെ തുടക്കത്തിൽ 3-ാം അധ്യായത്തിലാണ്. അതിനകത്ത് പേജ് 17-18 3-ാം വോള്യത്തിൻ്റെ പേജ് 17-18 അതിനെക്കുറിച്ചൊരു വിവരണം കിടക്കുന്നത്. അത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് അതിൽ പറയുന്നത്, രാഘാൽ ഇപ്പോൾ ദക്ഷിണേശ്വരത്തല്ല താമസിക്കുന്നത്. കുറച്ചു മാസം ബൽറാം ബസുവിൻ്റെ കൂടെ വൃന്ദാവനത്തിലായിരുന്നു. തിരിച്ചു വന്ന ശേഷം ഇപ്പോൾ അയാൾ വീട്ടിലാണ്. രാഘാൽ ഇപ്പോൾ വീട്ടിലാണ്. അപ്പോൾ രാഘാൽ വിവാഹിതനാണ്, വീട്ടിലാണ്. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ ചിരിച്ചുകൊണ്ട് രാഘാൽ ഇപ്പോൾ പെൻഷൻ അനുഭവിക്കുകയാണ്, അതായത് റെസ്റ്റ് എടുക്കുകയാണെന്നാണ്. വൃന്ദാവനത്തിൽ നിന്ന് വന്നിട്ടിപ്പോൾ വീട്ടിൽ താമസിക്കുന്നു. വീട്ടിൽ ഭാര്യയുണ്ട്. പക്ഷേ 1000 രൂപ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞാലും ഒരിക്കലും രാഘാൽ ഒരു ഉദ്യോഗത്തിന് പോവില്ല എന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രമേൽ ആ രാഘാൽ എന്താണ് എന്ന് ഇവിടെ ഭഗവാൻ വ്യക്തമാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ കിടന്നുകൊണ്ട് രാഘാൽ എന്നോട് പറയാറുണ്ട്, എനിക്ക് അങ്ങയുടെ സാമീപ്യം പോലും ഇഷ്ടമാകുന്നില്ല എന്ന്. അങ്ങനെ ഒരു നിലയിലായിരുന്നു അവൻ. ഇവിടെ കിടക്കുമ്പോൾ രാഘാൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങയുടെ സാമീപ്യം പോലും ഇഷ്ടമാകുന്നില്ല. എന്നിട്ട് അങ്ങനെ ഒരു നിലയിലായിരുന്നു രാഘാൽ. ഇനി അടുത്തത് ഭവനാഥൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞത്, നോക്ക്, രാഘാൽ പറഞ്ഞതും ഭവനാഥൻ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഭവനാഥൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഭവനാഥൻ്റെ രീതി നോക്കുക. അയാൾ കല്യാണം കഴിഞ്ഞെങ്കിലും രാത്രി മുഴുവൻ ഭാര്യയുമായി ഒന്നിച്ചിരുന്ന് ആധ്യാത്മിക കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. അത്രമേൽ ലൗകികമായ ഒരു ചിന്ത ഒട്ടും ഏശാത്ത ഒരു വ്യക്തിത്വമാണ് ഭവനാഥൻ. അതാണ് രാഘാലിനെ സംബന്ധിച്ചായാലും, ആ സമയത്തെ രാഘാലിനെ സംബന്ധിച്ചായാലും, ആ സമയത്തെ നരേന്ദ്രനെ സംബന്ധിച്ചായാലും ഭവനാഥൻ ഇവരിൽ നിന്ന് 2 പേരിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത് ആ സമയത്ത് തന്നെ
ആധ്യാത്മികമായ ഒരവസ്ഥയിൽ, അതായത് ലൗകിക അവസ്ഥയിൽ ഇരിക്കെ ആധ്യാത്മികമായി തന്നെ ഈശ്വരീയമായ ഒരു സങ്കല്പത്തിൻ്റെ പുറത്ത് ജീവിക്കാൻ വ്രതമെടുത്ത ഒരാളാണ് ഭവനാഥൻ. അതുകൊണ്ടാണ് പറഞ്ഞത് രാത്രി മുഴുവൻ അവർ ഒരുമിച്ചിരുന്ന് ആധ്യാത്മിക കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇരുവരും ഈശ്വര കഥകൾ പറഞ്ഞ് കാലം കഴിക്കുന്നു. അവർ പരസ്പരം ഈശ്വര കഥകൾ, ന്യൂലി മാരീഡാണ് അവർ ഈശ്വര കഥകൾ കഴിക്കുന്നു. എന്നിട്ട് ഭഗവാൻ തന്നെ ഭവനാഥനെ ഉപദേശിച്ചത് എങ്ങനെയാണ്? ഭാര്യയുമായി ഇടയ്ക്കിടയ്ക്ക് കളിയും ചിരിയുമൊക്കെ വേണം. കാര്യം ലൗകികമായ ആ കുടുംബ ബന്ധങ്ങൾക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഇടപഴകലുകളും ആവശ്യമാണ് എന്ന് ഭഗവാൻ ഭവനാഥനെ ഉപദേശിക്കുന്നുണ്ട്. അതാണ് അതിനകത്തെ വ്യത്യാസം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഭവനാഥന് ശുണ്ഠി വന്നു. എന്നിട്ട് ഭവനാഥൻ ചോദിച്ചു, എന്ത്, ഞങ്ങൾ കളിയിലും ചിരിയിലും ഏർപ്പെടണമെന്നാണോ അങ്ങ് പറയുന്നത്? നോക്കൂ, അത് കേൾക്കുമ്പോൾ പോലും ഭവനാഥന് സഹിക്കാൻ പറ്റുന്നില്ല. അതായത് ലൗകികമായ അവസ്ഥയിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകൾക്കും അങ്ങ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അത് സഹിക്കാൻ പറ്റാത്ത ആളാണ് ഭവനാഥൻ. അത്രമേൽ അർപ്പിതമായൊരു ജീവിതം. നരേന്ദ്രനെയൊക്കെ സംബന്ധിച്ച് അപ്പോഴും സംശയങ്ങൾക്ക് പുറത്ത് സംശയങ്ങൾ വെച്ചിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. രാഖാൽ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയുണ്ട്. ഇവിടെ ഭവനാഥനെ കണ്ടില്ല. ഭവനാഥൻ അത്രമേലാണത്. അപ്പോൾ നോക്കൂ, ഈ മൂന്ന് പേരിൽ ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്കാണ് ഭവനാഥൻ നിൽക്കുന്നത്. പിന്നെയാണ് ഈ മൂന്ന് പേരും കഴിഞ്ഞിട്ട് നരേന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. നരേന്ദ്രനെ കാണാൻ തോന്നിയ വ്യാകുലത എനിക്ക് മറ്റു പലരോടും എനിക്ക് തോന്നിയിട്ടില്ല. അത് ഭഗവാന്റെ ഒരു വലിയ വ്യാകുലതയാണ് നരേന്ദ്രൻ്റെ പുറത്തുള്ളത്. കാര്യം നരേന്ദ്രൻ അങ്ങനെ അടുത്തടുത്ത് വരുന്നില്ല. പക്ഷെ ഭഗവാന് നരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആ വ്യാകുലത ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ആര് വന്നാലും ശ്രീരാമകൃഷ്ണദേവൻ ഈ ബ്രഹ്മസമാജത്തിലും അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോകുമ്പോൾ അങ്ങനെ പോകുന്നവരെക്കുറിച്ച് ഭഗവാൻ തിരക്കുന്ന കൂട്ടത്തിൽ നരേന്ദ്രൻ്റെ കാര്യം, നരേന്ദ്രനും അവിടെ പോകാറുണ്ടോ എന്ന് ഭഗവാൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരിപാദൻ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ പോകുന്നത് കാണാം. അപ്പോൾ ഈ തരത്തിൽ ഈ മൂന്ന് പേരെ എങ്ങനെയാണ് ഒന്ന് പരസ്പരം താരതമ്യപ്പെടുത്തുന്നതെന്ന് ഈ ഭാഗത്ത് ഇവിടെ നോക്കൂ. ഭവനാഥൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലായി. അപ്പം ഭവനാഥനും മറ്റും എനിക്ക് വേണ്ടി ദേഹം ധരിച്ചു വന്നിരിക്കുന്ന നാരായണന്മാരാണ് എന്ന് ഭഗവാൻ അടിവരയിട്ടാണ് വചനാമൃതത്തിൽ പറയുന്നത്. അടിവരയിട്ട് പറയുക. അതായത് ഭവനാഥനും മറ്റും എനിക്ക് വേണ്ടി ദേഹം ധരിച്ചു വന്നിട്ടുള്ള നാരായണന്മാരാണ്. എന്നിട്ട് ഭവനാഥൻ്റെ അവസ്ഥ ഈ മൂന്ന് പേരുടെ, ഈശ്വരകോടികളായ ഈ മൂന്ന് പേരുടെ, നാരായണരായ ഈ മൂന്ന് പേരുടെ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. 1885 മെയ് 23 ശനിയാഴ്ച 3-ാം വോള്യത്തിൻ്റെ 39-ാം ഭാഗത്താണ്. 1885 മെയ് 23 ശനിയാഴ്ച 3-ാം വോള്യം, ഭജനാമൃതത്തിൻ്റെ 3-ാം വോള്യത്തിൻ്റെ 31-ാം ഭാഗമാണ് ഒരു ഉദാഹരണം ഇവിടെ എടുക്കുന്നത്. രാമചന്ദ്ര ദത്തയുടെ വീട്ടിൽ വന്ന അവസരം. ഭഗവാൻ രാമചന്ദ്ര ദത്തയുടെ വീട്ടിൽ വന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ഭവനാഥനെക്കുറിച്ച് വചനാമൃതത്തിൽ പറയുന്നത് 1885 ഡിസംബർ 23-നാണ്. അപ്പം ഇതുവരെ ഭവനാഥനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. എന്നിട്ട് 3-ാം വോള്യത്തിൽ 1885 മെയ് 23 ശനിയാഴ്ച രാമചന്ദ്ര ദത്തയുടെ വീട്ടിൽ വന്ന അവസരം. ഇത് കഴിഞ്ഞ് പിന്നെ ഭവനാഥനെക്കുറിച്ച് വചനാമൃതത്തിൽ പറയുന്നത് 1885 ഡിസംബർ 23-ന്, അതായത് 7 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഭവനാഥനെക്കുറിച്ചൊരു പരാമർശം വരുന്നത്. അപ്പോഴേക്കും ഭഗവാനെ കാശിപ്പൂർ ഉദ്യാനഗൃഹത്തിൽ താമസിക്കാനായി കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു. 85 ഡിസംബർ 23 ആവുമ്പോഴേക്കും ഭഗവാൻ കാശിപ്പൂരിലാണ്. നേരത്തെ 85 മെയ് എന്ന് പറയുമ്പോൾ ഷാംപുക്കൂറിലുണ്ടായിരുന്നൊരു സന്ദർഭമാണ്. അപ്പോൾ ആ 7 മാസത്തേക്ക് പിന്നെ ഭവനാഥനെ കണ്ടിട്ടേയില്ല. ഭഗവാനെ കാണാൻ ഭഗവാനെ കാണാൻ വന്നിട്ടേയില്ല. സുഖമില്ലാതായതിനെ തുടർന്ന് കാശിപ്പൂരിൽ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ പറയുന്നത്, സുഖമില്ലാതായതിനെ തുടർന്ന് അന്തരംഗനാര് ബഹിർരംഗനാരെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു.
എന്ന് പറയുന്നുണ്ട്. കാശിപ്പൂരിൽ വെച്ച് അവസാന നാളുകളിൽ ഭഗവാൻ പറയുന്നുണ്ട്, സംസാരം ഉപേക്ഷിച്ചവർ അന്തരംഗർ, വല്ലപ്പോഴും ഇവിടെ വന്നു പോകുന്നവരാണ് ബഹിർരംഗർ. സംസാരം ഉപേക്ഷിച്ചവരാണ് അന്തരംഗർ, പിന്നെ വല്ലപ്പോഴും ഇവിടെ വന്നു പോകുന്നവരാണ് ബഹിർരംഗർ. ഈ രണ്ടിലും ഭവനാഥം പെടില്ല, ഈ രണ്ടിലും പെടില്ല. നോക്കൂ, നാരായണ തുല്യരായി കണ്ട 3 പേരിൽ ഒരാളാണ് ആ ചേഞ്ച്. നമ്മൾ വചനാമൃതത്തിൻ്റെ വായന കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരാളിലുണ്ടാകുന്ന ഒരു ചേഞ്ചാണ്. എങ്ങനെയാണ് ഈശ്വരൻ്റെ ആ ഓർബിറ്റിൽ നിന്ന് തെറിച്ചു പോകുന്നത്? ഈശ്വരീയമായ ഒരവസ്ഥയുടെ ഒരു ഓർബിറ്റിൽ, സുരക്ഷിതമായൊരു വലയത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ എങ്ങനെ അതിൽ നിന്ന് തെറിച്ചുപോയി? എന്നിട്ട് ഭഗവാനെ ശാംപുക്കൂറിൽ ഭഗവാനെ ഈ പിന്നീട് കാശിപ്പൂരിൽ വെച്ച് ഭഗവാൻ പറയുന്ന ഒരു കമൻ്റുണ്ട് ഭവനാഥനെക്കുറിച്ച്. എന്നിട്ട് അവിടെ പറഞ്ഞത്, ഭവനാഥനെ കണ്ടില്ലേ, ശാംപുക്കൂറിൽ ഒരു മണവാളനെപ്പോലെ ചമഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു. കാരണം അയാളുടെ വേഷത്തിലും നോക്കും, ഇത് ഈശ്വരീയമായ ചിന്ത വിട്ടൊരു സെക്കൻഡ് പോലും മാറാത്തതെന്ന് നമ്മൾ ഇത്രയും ആ ഒരു സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കണ്ടപ്പോൾ ഭവനാഥൻ്റെ ആ ഒരു പ്രോഗ്രസ് നമ്മൾ കണ്ടതാണ് ഈ വചനാമൃതം വായനയിൽ. അങ്ങനെയുള്ള ഒരാളാണ് ഭവനാഥനെ കണ്ടില്ലേ ശ്യാമപ്പുക്കൂറിൽ മണവാളനെപ്പോലെ ചമഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അതിൽ പിന്നെ കണ്ടിട്ടേയില്ല. പിന്നെയും ഭഗവാൻ എന്തെങ്കിലും ഒരു പരിഗണന മനസ്സിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ ഭവനാഥനെക്കുറിച്ച് പറയുന്നു, നരേന്ദ്രനെ കരുതിയാണ്, അതില്ലെങ്കിൽ അവൻ എൻ്റെ മനസ്സിലേ ഇപ്പോഴില്ല. സമ്പൂർണമായിട്ട് അതിൽ നിന്ന് വിട്ടുപോയി. ഈശ്വരകോടി എന്ന് പറഞ്ഞ നാരായണ അവതാരമാണെന്ന് പറഞ്ഞ 3 പേരിൽ ഒരാളുടെ അവസ്ഥയാണിത്. ലൗകികമായ ആ മായയിൽപ്പെട്ടിട്ട് ഒരാൾ എങ്ങനെയാണ് അധപ്പതനത്തിലേക്ക് അല്ലെങ്കിൽ ഈശ്വരീയമായ ആ സംരക്ഷിത വലയത്തിൽ നിന്ന് വീണുപോയത്? ഭഗവാൻ അപ്പോൾ പറയുന്നു, അവൻ എൻ്റെ മനസ്സിലേയില്ല. ഇപ്പോൾ 1886 ഏപ്രിൽ 22 ഭവനാഥൻ കാശിപ്പൂരിൽ വരുന്നുണ്ട്. പിന്നീട് അവസാന നിമിഷം ഇപ്പോഴാണ് ഭവനാഥനിൽ സംഭവിച്ച മാറ്റം മനസ്സിലാകുന്നത്. അതായത് ഈ ഭാഗത്ത് പറയുന്ന ഒരു വിവരണത്തിലാണ് ഭഗവാന്റെ സവിധത്തിൽ വന്ന ഭവനാഥൻ സംസാരിക്കുന്നത് ലൗകികമായ കാര്യത്തിൻ്റെ അയാളുടെ ജീവിതത്തെക്കുറിച്ചാണ്. ഈശ്വരീയമായ ഒരു അംശം പോലും അയാളുടെ ഉള്ളിലില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ഭാഗം. അയാൾ പറയുന്നത് എന്താണ്? വിദ്യാസാഗരൻ്റെ പുതിയ സ്കൂളിൽ, അവിടെ പുതിയ സ്കൂൾ തുടങ്ങിയതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഒരു ജോലി തരപ്പെടുമോ? എനിക്ക് ജീവിക്കാനുള്ള വക കണ്ടെത്തണം. നോക്കൂ, ഈ കാശിപ്പൂരിൽ ഭവനാഥൻ്റെ അവസ്ഥയാണിത്. കാശിപ്പൂരിൽ ഈ അവസ്ഥയിൽ വന്നപ്പോൾ, ഈശ്വരൻ്റെ അടുത്ത് വന്നപ്പോൾ, ഭവനാഥൻ്റെ ഉള്ളിൽ ഈശ്വരനൊന്നുമില്ല, ശ്രീരാമകൃഷ്ണദേവനില്ല, മറ്റൊന്നുമില്ല. ഉള്ളത് ലൗകികമായ ആ സംരക്ഷണത്തെക്കുറിച്ച് മാത്രമാണ് ചിന്ത. അതുകൊണ്ടാണ് വിദ്യാസാഗരൻ്റെ സ്കൂളിൽ ഒരു ജോലി കിട്ടാൻ തരപ്പെടുമോ എന്ന് ആലോചിച്ചത്. സ്വാമിജിയോട്, നരേന്ദ്രനോട് ഇതുപോലെ ഒരു അവസരത്തിൽ ജോലി ചെയ്യണം എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. പക്ഷേ അയാൾക്ക് അതിന് പറ്റിയില്ല എന്ന് പറയുന്നു. നരേന്ദ്രന് അത് സാധ്യമായില്ല. അങ്ങനെ ഒരു വഴിയിലേക്ക് പോകാൻ പോലും താല്പര്യം വന്നില്ല. പക്ഷെ ഇവിടെ നേരെ അതേ പെട്ടിരുന്ന ഭവനാഥൻ സംഭവിക്കുന്നത്, അയാൾ ഒരു തൊഴിലിന് വേണ്ടി അലയുകയാണ്. അത് തരപ്പെടുമോ എന്നറിയാനായിട്ട് അയാൾ കാശിപ്പൂരിൽ വരുന്നു. ഭവനാഥൻ അപ്പോൾ 23 വയസ്സായി. അത് സംസാരത്തിൽ ചെന്ന് കുടുങ്ങിയത് കൊണ്ടാണ്. ഇത് ഈ ഭവനാഥൻ്റെ ഈ കാര്യം 3ാം വോള്യത്തിൽ, വചനാമൃതത്തിൻ്റെ 3ാം വോള്യം പേജ് 515 ഒരു പരാമർശം വരുന്നുണ്ട്. പേജ് 515 3ാം വോള്യത്തിൽ അത് നോക്കാം. എന്താണ് അവിടെ പറയുന്നത്? 515 അതിൽ പറയുന്നത്, ഭഗവാനെ കാണാനായിട്ട് കാശിപ്പൂരിൽ ഭഗവാനെ കാണാനായിട്ട് ഈ വന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഭവനാഥൻ്റെ ഉള്ളിൽ ഈ ചിന്ത മാത്രമാണല്ലോ. സ്കൂളിൽ വല്ല ജോലിയും കിട്ടുമോ എന്നോ അതിനുള്ള വ്യാകുലപ്പെടുന്ന രീതിയിലാണ് അവിടെ വന്നത്. അദ്ദേഹം സംസാരത്തിൽ ചെന്ന് കുടുങ്ങിയത് കൊണ്ട് ഭവനാഥൻ ഇപ്പോൾ സംസാരത്തിൽ ചെന്ന് കുടുങ്ങിയത് കൊണ്ടാണ് ഈ ജോലിക്കാര്യങ്ങൾ അന്വേഷിക്കുന്നതെന്നൊക്കെ മാസ്റ്റർ മഹാശയൻ ഇതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ, അതാണ് ഒരു ദയാസിന്ധു എന്നൊക്കെ പറയുന്ന ഇതാണ് ഭഗവാൻ.
നേരത്തെ പറഞ്ഞു എനിക്ക് അവനെൻ്റെ പരിഗണനയിലല്ല, എൻ്റെ ചിന്തയിലേ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനോടപ്പം പറയുന്നത് ഈ സന്ദർഭത്തിൽ അവനൊരു തൊഴിലിന് വേണ്ടി ജീവിക്കാനൊരു അവസരത്തിന് വേണ്ടിയാണ് ഭവനാഥൻ അവിടെ വന്നത്. അപ്പോൾ ഭഗവാൻ നരേന്ദ്രനോട് പറഞ്ഞത് അവന് നല്ല തൻ്റേടം കൊടുക്കണം, അവന് നല്ല തൻ്റേടം കൊടുക്കുക, അവൻ രക്ഷപ്പെടട്ടെ, അവന് ജീവിക്കാൻ നല്ല തൻ്റേടം കൊടുക്കണം. നരേന്ദ്രനും ഭവനാഥനും ഗുരുദേവൻ്റെ നേരെ നോക്കി മെല്ലെ ചിരിച്ചു. ഗുരുദേവൻ ആംഗ്യം കൊണ്ട് വീണ്ടും ഭവനാഥനോട് പറഞ്ഞു, നല്ല ധീരനായിരിക്കണം, മുഖവും മൂടിക്കൊണ്ട് അവൾ കരയുന്നത് കണ്ട് നീ തന്നെത്താൻ മറന്നു കളയരുത്. അതായത് ജീവിതത്തിൽ നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വേദന, അതിന് കാരണം ഭാര്യയുടെ കരച്ചിലാണ് പ്രധാനം. ഭാര്യയുടെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ നല്ല ധീരനായിരിക്കണം എന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ പറയുന്നത്, മനസ്സിൽ ഭഗവാനെ ഉറപ്പിച്ചു നിർത്ത്, വീരപുരുഷൻ, രമണീ പാരെ പാർത്താലും രമണം നാസ്തി. അവളുമായി ഭാര്യയോട് ഈശ്വരനെക്കുറിച്ച് മാത്രമേ മിണ്ടാവൂ. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പോലും ഭഗവാൻ ഭവനാഥനെ ആ രീതിയിൽ ഉപദേശിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഭഗവാൻ അപ്പോൾ സംസാരിക്കാൻ ഉള്ള ശേഷി വളരെ കുറവാണ്. ഭഗവാൻ ഈ സന്ദർഭമായപ്പോഴേക്കും സംസാരത്തിൻ്റെ ഇത് മാറി ആംഗ്യമാണ് കൂടുതലും. ആംഗ്യം കാണിച്ചിട്ടാണ് ഭവനാഥനോട് പറയുന്നത്, ഇന്ന് ഇവിടെ നീ ഊണ് കഴിക്കണം. നോക്ക് എത്രമാത്രം കാരുണ്യമാണ് ഭഗവാൻ അങ്ങനെ ഒരാളിൽ പോലും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ മുന്നിൽ കാരുണ്യം മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി, ഒരിക്കൽ ഭഗവാൻ ഹൃദയത്തിൽ നമ്മോട് കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനം നേടിയാൽ പിന്നെ നമ്മൾ ഏതവസ്ഥയിലെത്തുമ്പോഴും ഭഗവാന് നമ്മോട് കാരുണ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭവനാഥനോട് ഇന്നും നീ ഇവിടെ ഊണ് കഴിക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് ഭവനാഥൻ പറയുന്നുണ്ട്, അങ്ങനെ ആവാം, ഞാൻ സുഖമായിരിക്കുന്നു, എന്നെക്കുറിച്ച് അങ്ങ് വ്യാകുലപ്പെടേണ്ട എന്ന് ഭഗവനാഥൻ ഭഗവാനോട് പറയുന്നുണ്ട്. എന്നെക്കുറിച്ച് അങ്ങ് ആകുലപ്പെടരുത്, ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഭവനാഥൻ ഈ ഒരു അവസ്ഥയിൽ എത്തുന്നത്. പിന്നീട് ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷമാണ് രാഖാലിനൊപ്പം ദക്ഷിണേശ്വരത്ത് ഭവനാഥൻ വരുന്നതായി പറയുന്നത്. പിന്നെ ഈ വചനാമൃതത്തിൽ ഭവനാഥനെ കാണുന്നത് ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം രാഖാലിൻ്റെ കൂടെ ദക്ഷിണേശ്വരത്ത് വരുന്നുണ്ട്. ഭാര്യയ്ക്ക് കലശലായ അസുഖം ബാധിച്ച് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഭാര്യയ്ക്ക് ഒരു കലശലായ അസുഖം ബാധിച്ചിട്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടതേ ഉള്ളൂ. ആ സന്ദർഭത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ദക്ഷിണേശ്വരത്ത് ഉലാത്താൻ ഇയാൾ ഇതുവരെ വരാതിരുന്ന ഇയാൾ ഇപ്പോൾ വരുന്നത് എന്ന്. അതായത് ഭാര്യ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട സ്ഥിതിക്ക് അതുകൊണ്ടാണ് ഇയാളിപ്പോൾ ഇവിടെ കഷ്ടിച്ച് ആ രക്ഷപ്പെട്ടു എന്നുള്ള തോന്നൽ വന്നുകൊണ്ടാണ് ഇയാൾ വീണ്ടും ദക്ഷിണേശ്വരത്തേക്ക് അതായത് ഈശ്വരൻ്റെ അടുത്തേക്ക് വീണ്ടും വരുന്നു. അതായത് സംസാര സാഗരത്തിൽപ്പെട്ട് കുഴപ്പത്തിൽ ചാടി അതിൽ നിന്ന് രക്ഷപ്പെട്ട ആ സന്ദർഭത്തിലൊന്നും ഭഗവാന്റെ അടുത്ത് വരാൻ സമയമില്ല. പിന്നീട് ആ ഒരു വലിയൊരു വേദന അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു വീഴ്ച സംഭവിച്ച് അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടപ്പോൾ വീണ്ടും ആ ഈശ്വരൻ്റെ സന്നിധാനത്തിൽ വീണ്ടും ഈശ്വരൻ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സന്നിധാനത്തിലേക്ക് ഭവനാഥൻ വരുന്നു. അതുകൊണ്ടാണ് ഈ ദക്ഷിണേശ്വരത്ത് വന്നിപ്പോൾ കിടന്ന് ഉലാത്തിൽ നിന്ന് നരേന്ദ്രൻ തമാശയായിട്ട് ഇത് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഇത് പറഞ്ഞ് നമ്മളിപ്പോൾ അതേ സമയമായി, അതുകൊണ്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്. ശ്രീരാമകൃഷ്ണ ഭക്ത ലോകത്തിന് ഭവനാഥനോട് കടപ്പാടുണ്ട്. കാരണം നമ്മൾ ഇന്ന് പൂജാമുറിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവാന്റെ ചിത്രം ഭവനാഥൻ്റെ സംഭാവനയാണ്. അതാണ് ഭഗവാൻ ഭവനാഥന് നൽകിയ ഔന്നത്യം. അത് ഭഗവാന്റെ കാരുണ്യവും കൂടിയാണ്. ഭഗവാനാണത് പറഞ്ഞത്. 1883 ഭവനാഥൻ മുൻകൈയെടുത്താണ് ഈ ഒരു ചിത്രം, ഈ ഫോട്ടോ എടുക്കുന്നത്. അതിൽ ആ ഒരു ഫോട്ടോഗ്രാഫർ അവിനാഷ് ചന്ദ്ര ധാൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറെയും കൊണ്ടാണ് വന്നത്. തീർച്ചയായിട്ടും അയാളെക്കുറിച്ച് ഒരിടത്തും പരാമർശം വരുന്നില്ല. എന്നാലും ആ അവിനാഷ് ചന്ദ്ര ധാൻ എന്ന ഫോട്ടോഗ്രാഫർ പോലും ഇന്ന് സുഹൃതമാണ്. അയാളുടെ ജീവിതം പോലും ഒരു സുഹൃതമായി മാറിയിരിക്കുക. കാര്യം ആ അവിനാഷ് ചന്ദ്ര ധാൻ എടുത്ത ഫോട്ടോയാണ് ഇന്ന് സകലമാന ക്ഷേത്രങ്ങളിലും സകലമാന പൂജാമുറികളിലും ഭഗവാന്റേതായി നമ്മൾ വച്ചിരിക്കുന്നത്. അത് എടുത്തത് ആ അവിനാഷ് ചന്ദ്ര ധാനിനെ കൊണ്ടുവന്ന ആൾ ഭവനാഥൻ.
ഈ രണ്ട് കർമ്മങ്ങൾ കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരോടും നമ്മൾ ഈശ്വര ഭക്തന്മാർ, ഭഗവാന്റെ ഭക്തന്മാർ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഈ സംസാര സാഗരത്തിൽപ്പെട്ട് വീണു പോയെങ്കിൽ പോലും അവരെ ഇന്ന് അവർ പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ നമ്മൾ ഇന്ന് ഇത്ര ഓർക്കുന്നുണ്ടെങ്കിൽ, സ്വാമിജിയോടൊപ്പം ബ്രഹ്മാൻ സ്വാമിയോടൊപ്പം ഭവനാഥനെയും നമ്മൾ ഇന്ന് ഓർക്കുന്നതിൻ്റെ പ്രധാന കാരണത്തിലൊന്ന് ഈ ചിത്രമാണ്. അന്ന് അയാളുടെ ആ കർമ്മമാണ്. അപ്പോൾ ഒരു കാലത്ത് ഈ ചിത്രം എല്ലാ വീടുകൾ തോറും പൂജിക്കുമെന്ന് കാശിപ്പൂർ ഗാർഡനിൽ വെച്ച് ഭഗവാൻ മാതൃദേവിയോട് പറഞ്ഞതാണ്. ഈ ചിത്രമായിരിക്കും ലോകം മുഴുവനുമുള്ള പൂജാമുറികളിൽ പൂജിക്കുക എന്ന് പറഞ്ഞ് ഭഗവാൻ തന്നെ ആ ചിത്രം എടുത്ത് സ്വന്തം നെഞ്ചോട് ചേർത്ത് വെക്കുകയും മാല ചാർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും വലിയൊരു പരിപാവനമായ ഒരു സാഹചര്യം ഈ ഈശ്വരീയമായ ഈ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി ഭഗവാൻ ഒരുക്കി വച്ചിരിക്കുന്നതിൽ ഒരാളാണ് ഭവനാഥൻ. ഇത് നമുക്ക് നൽകുന്ന പാഠം ഈശ്വരൻ്റെ ആ സംരക്ഷണ വലയത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പുറത്ത് വീണു പോകുന്നത്. വീണു പോയാൽ പോലും നമുക്ക് ആ ഒരു കാലത്തുണ്ടായതിൻ്റെ ആ ഒരു ഡെപ്പോസിറ്റ്, നമ്മൾ ഒരിക്കൽ ഈശ്വരനിൽ അർപ്പിച്ചു പോയ ആ പ്രാർത്ഥനയുടെയും നമ്മുടെ ആ സമർപ്പണത്തിൻ്റെയും ഒരു ഡെപ്പോസിറ്റിൻ്റെ പലിശ നമ്മുടെ ജന്മജന്മാന്തരമായിട്ട് നമ്മുടെ തലമുറകൾക്കായിട്ട് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ പരിപൂർണമായി നമ്മളവിടെ സമർപ്പിതമായാൽ എന്തായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന സാഹചര്യം എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതാണ് ഭവനാഥനെ പോലുള്ള ഒരാളുടെ ജീവിതം. അത് ഈ 9-ാം അധ്യായത്തിൽ ഭഗവാൻ ഈ 3 പേരെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഒമ്പതാം ഭാഗം, 1-ാം വോള്യത്തിൻ്റെ 9-ാം ഭാഗം തുടങ്ങുന്നത്. ഈ 3 പേരെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് മനനം ചെയ്ത് ഇനിയും മുന്നോട്ട് പോകേണ്ടത്. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. നമസ്കാരം. വളരെ നല്ല ഒരു കാര്യമാണ്.